ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പോൾ കുഞ്ഞാമാൻ്റെ വീട്ടിൽ വിരുന്ന് പോയതും നമുക്കുണ്ടായ ഒരു കല്യാണ സൽക്കാരത്തിൻ്റെ ഒക്കെ ഒരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്രാവശ്യം വിരുന്നിന് പോയപ്പം നെവീദും കൂടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഉമ്മ അല്ലാതെ ഒറ്റയ്ക്ക് ഞങ്ങളെ കൂടെ നിൽക്കാനോ വരുന്നത്. വലുതായപ്പോൾ ചെക്കന് ഈ ആടിനോടും പ്രകൃതിയോടും കൃഷിയോടൊക്കെ ഭയങ്കര കമ്പം. അങ്ങനെ ആടൊക്കെ ഉണ്ട് എന്നുള്ള ഇതിലാണ് ഓൻ വന്നിക്കണത്. വന്നപ്പോൾ തന്നെ ഓൻ ആടിന്റെ മൂട്ടക്ക് പായും ചെയ്തിക്കണ്. എനിക്ക് ഇപ്രാവശ്യം മുഴുവനും ഓന്റെ പിന്നാലെ നടക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കണ്ട കൂളിംഗ് ഗ്ലാസ് എടുത്തിടുന്നു, മാസായിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇപ്പൊ അവിടുത്തെ കോപ്രായങ്ങള്. ചക്കയ്ക്കൊത്ത ശങ്കറിനെ പോലെ തന്നെ പിന്നാലെ നൗറിയും വന്നിക്കണേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹലോ ഗായ്സ്, ഒപ്പം ഇതാ നമ്മള് കുഞ്ഞാമാന്റെ അവിടെ ഒരു മൈക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മൈക്ക് കൊണ്ട് നെവിതനെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാം. കമോൺ ഗായ്സ്, നീന നോണക്കോഴി പഠിക്കോ. കണ്ടപ്പോ അടിവയറ്റിലും വന്നിട്ട് ഇടിച്ചിരിയത് കണ്ടോ കണ്ടപ്പോ അണ്ടത്ത് ഒടിക്കും ചിരിക്കത് കല്യാണി മാറത് കൊള്ളേ അമ്മേനെ കണ്ണിനെന്നടകടയി അമ്മേന്റെ തറച്ച് അരീര ആരോഗ്യമാണ്. ഭാഷ ഏതാണെന്നൊന്നും ചോദിക്കരുത്, എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇവനത് എന്ത് തേങ്ങയാണ് ഈ പാടുന്നത്. കുറച്ചേരം കേട്ടുന്നപ്പോ എനിക്ക് തന്നെ തൊണ്ടക്കുഴീന്റെ അവിടെ നിന്ന് ഉരുണ്ട് കയറി വരിക. കാരണം ഇവൻ ഈ കൊഴകൊഴേനെ ആയിട്ടുണ്ട്. കുറച്ചേരം ഇപ്പൊ പാട്ട് ഈ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത വാക്കുകൾ വെച്ചിട്ട് ഇവൻ ഉണ്ടാക്കിക്കാ തോന്നുന്നുണ്ട് പാട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോക്കിനാണ് നമ്മുടെ അടുത്ത കലാപരിപാടി അരങ്ങേറുന്നത്. എന്താന്നല്ലേ, ഫേസ് പാക്ക്. ഞങ്ങൾ 4 പേരും എവിടെയാണോ കൂടുന്നത് അവിടെ ഉണ്ടാവുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കാപ്പിപ്പൊടിയും എല്ലാം തീർത്തിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ മുൾട്ടാനി മിൽട്ടിയാണ് കലക്കി തേച്ചതെങ്കിൽ ഇത്തവണ കോഫി പൗഡറും കുറച്ച് തേനും പഞ്ചസാരയൊക്കെ കൂടിയാണ് കലക്കി തേച്ചത്. അങ്ങനെ ഞങ്ങൾ മാത്രം ബ്രൂട്ടിഷൻ ചെയ്താൽ പോലെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തം പാഞ്ഞു വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് കുഞ്ഞാമ്മ അറിയണ്ടായിരുന്നു കുറച്ച് വെള്ളം കൂടി പാർന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച കാപ്പി ആക്കി തരേന്ന്, എന്തിനാ അതൊക്കെ വാരി മുഖത്ത് തേക്കണേന്ന്. പക്ഷെ ആരും മനസ്സിലാക്കാത്ത ചില നഗ്ന സത്യങ്ങളുണ്ട്. ഇത് തേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുന്തവും കിട്ടൂല എന്ന് അറിഞ്ഞിട്ടും ഇത് തേച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് മനസ്സിനുള്ളിലുള്ള ഒരു പ്രത്യേക തരം സൈക്കോ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങൾ സ്നാപ്ചാറ്റിൽ കുറെ വീഡിയോസ് എടുത്തു. എല്ലാം വാരിപ്പൊത്തി ചിമ്പാൻസിന്റെ ലുക്ക് ആണെങ്കിലും പൂക്കി ആവണേനൊരു കുറവുമില്ല. അങ്ങനെ കുറെ നേരം ഈ കാപ്പിപ്പൊടിയുമലായിരുന്നു ഞങ്ങളുടെ പരിപാടി. അപ്പോഴേക്കും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഉപ്പാന്റെ വിളി വന്നു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ടും പോകുന്നു. അപ്പൊ ഗൈസ്, ഇന്നൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. ഷടപടേനെ പറയണത് എന്താ വെച്ചാൽ ഇപ്പൊ പോകണം, അതിന് വേഗം മാറ്റി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അതിനാണ് ഈ ഷടപടേനെ പറഞ്ഞ് തീർക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായി. അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പെരിന്തൽമണ്ണ ആ ഒരു ഏരിയ, ചെറുപ്പുളശ്ശേരി അങ്ങോട്ടാണ് പോണത്. അവിടെ ഉപ്പാന്റെ കോളേജ് തൊട്ട് ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. അതിന് പോകാൻ പറ്റിയില്ല, അനിയനക്ക് എക്സാം ഉള്ളതുകൊണ്ട്. അപ്പോൾ നാളെ അവരുടെ സൽക്കാരമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ലോങ് ഉള്ളത് കൊണ്ട് ഇന്ന് പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ ആ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്നുള്ളതാണ് പ്ലാന്. അപ്പോൾ കുളി കഴിഞ്ഞു. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഇന്നും നാളെയും ഇടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ. എൻ്റെ 4 മണിക്കാണ് ബസ്, അതിന് പോകണം. ഇപ്പൊ തന്നെ 2-2:30 മണിയൊക്കെ ആയി. സോ ഗൈസ്, നമുക്ക് വേഗം പോയിട്ട് എന്ത് ചെയ്യാം, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ആയിട്ട് വരാം. ട്രാൻസിഷനൊക്കെ എടുക്കാന്ന് വിചാരിച്ചാലും എടുക്കാൻ പറ്റണ്ടേ, തിരക്കും അതിൻ്റെ ഇടയിൽ കൂടെ മാറ്റും വേണം, പാക്ക് ചെയ്യും വേണം, ഒന്നും സെറ്റ് ആയിട്ടില്ല. നാളെ എന്തായാലും സൽക്കാരാണല്ലോ, അപ്പൊ നമ്മൾ കുറച്ച് ഒരുങ്ങൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കൂടി ഞാൻ ഈ കാണുന്ന ഒരു കുഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്യാന്ന് വിചാരിച്ച്. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് നമ്മളെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും പിന്നെ ചീർപ്പ് ഞാൻ ഏത് വീട്ടിൽ പോയിട്ട് തപ്പിയാലും കിട്ടാറില്ല. എന്നിട്ട് ചീർപ്പ് ഞാൻ എപ്പോഴും കൊണ്ടുപോകും. പിന്നെ ഈ കാണുന്ന കമ്മലും വാച്ചും പിന്നെ മാലയും ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂടി നമുക്ക് ഈ ഒരു കുഞ്ഞി ബാഗൊക്കെ പാക്ക് ചെയ്യാം. പിന്നെ തിരുമ്പി കൊണ്ടുവന്നിട്ട് കുറച്ച് ഡ്രസ്സുകളുണ്ട്, ഒന്നും മടക്കി വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇനി വന്നിട്ട് മടക്കി വെക്കാം. അതാണ് ഈ ബെഡിൽ കുറേ തുണികൾ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ കാണുന്ന ഒരു സൽവാർ എടുക്കാം, ഇതിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. പിന്നെ ഇനിയും 2 കല്യാണങ്ങൾ വരാനുണ്ട്, അപ്പോൾ മറ്റേ 2 സൽവാറും ആ കല്യാണങ്ങൾക്ക് ഇടാം. അപ്പോൾ ആ ഒരു സൽവാർ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മടക്കി സെറ്റാക്കി എടുത്തേക്കണം. എനിക്ക് ഇതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം ഞാൻ ഇത് 2 വർഷം മുന്നുള്ള പെരുന്നാൾക്ക് എടുത്തതാണ്. ഇതിൻ്റെ ഇഷ്ടം കാരണം ഞാൻ എപ്പോഴും ഒന്നും ഇടൂല, വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. എന്നിട്ട് പുത്തൻ പോലെ ഞാനിങ്ങനെ എടുത്തു വെക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഒരു ഡ്രസ്സും പിന്നെ എൻ്റെ കുറച്ച് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കാണുന്ന ചുവന്ന ബാഗിൽ ഞാൻ സെറ്റ് ചെയ്തു. ഞാനും കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കും. സംഭവം 4:15 ബസ്സാണ്. 3:30 ഞങ്ങൾ ഇവിടെ എത്തി. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ബസ്സിൽ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ശീലമല്ല. ഉപ്പുള്ളത് കാരണം എപ്പോഴും വണ്ടിയിലല്ലേ പോവല്. ബസ്സിൽ ഈ കോഴിക്കോട് വരെ പോകാൻ അറിയുള്ളൂ. അത് പിന്നെ ഏത് നേരത്താന്നുള്ള കൃത്യം അറിയണോണ്ട് അതിന് വലിയ പേടിയൊന്നുമില്ല.
കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി ഭാഗമാണല്ലോ, അപ്പൊ പെരിന്തൽമണ്ണ വേണം പോയി ഇറങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ എപ്പോഴും താമരശ്ശേരി ചുരം വഴി പോയിട്ടേ ശീലമുള്ളൂ. നാടുകാണി ചുരം വഴി അങ്ങനെ ഇതുവരെ ബസ്സിൽ എവിടേക്കും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ട്, ഈ ബസ് എത്ര മണിക്കാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ കുറച്ച് നേരത്തെ വന്നിരുന്ന ആ പ്രശ്നമില്ലല്ലോ. പിന്നെ ടൗണിൽ തന്നെയാണ് മൂത്താപ്പാക്കും കുഞ്ഞാക്കാക്കും ഒക്കെ ഉള്ള ഹോട്ടലും ഫ്രൂട്ട്സ് കടയൊക്കെ. അപ്പൊ അവിടെ കയറിയിരുന്ന ഓരോടൊക്കെ കഥ പറഞ്ഞ് ആക്കം പോലെ ബസ് വരുമ്പോൾ പോയാൽ മതി, ഒറ്റയ്ക്ക് ഇരിക്കാന്നുള്ള ടെൻഷൻ ഇല്ല. അങ്ങനെ ബസ് വന്നു കയറി. പന്തല്ലൂര് വരെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് സീറ്റ് കിട്ടിയത്. എനിക്ക് നാടുകാണി വഴി പോവാൻ ഇഷ്ടമൊക്കെയാണ്, കാരണം നല്ല രസമാണ് കാണാനായിട്ട്. കുറേ മലകളും അതേപോലെ തന്നെ തേയിലത്തോട്ടൊക്കെയാണ്. പക്ഷെ ഭയങ്കര കുത്തനെയുള്ള വളവുകളൊക്കെ ആയതുകൊണ്ട് ബസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സമാധാനത്തിൽ ഇരിക്കാനും പറ്റില്ല. പിന്നെ പെട്ടെന്ന് വോമിറ്റിംഗ് ടെൻഡൻസി വരാനുള്ള സാധ്യത ഉണ്ട് ഇതുവഴി പോകുമ്പോൾ. ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ല കാഴ്ചയൊക്കെ കണ്ടുപോകാനായിട്ട് നല്ല രസമാണ്. ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് പോയി. പിന്നെ എനിക്ക് ചെറുതായിട്ട് മടുക്കാൻ തുടങ്ങി ഇരുന്നിരുന്ന്. കാറിൽ പോയിട്ടാണ് അധികം ശീലമുള്ളത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയും ഫുഡ് കഴിച്ചും നടന്നൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും. ബസ്സിലാകുമ്പോൾ അങ്ങനെ ഇറങ്ങാനും നടക്കാനും പറ്റുന്നില്ലല്ലോ. അതിന്റെ കോലം പാണ്ടിക്കാട് എത്തിയപ്പോക്കിനും എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ബസ്സിലാകെ വീട്ടിൽ നിന്ന് കയറി കോഴിക്കോട് പോയി ഇറങ്ങിയിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെ പെരിന്തൽമണ്ണ ടൗണിലെത്തി. അവിടുന്ന് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ടേക്ക്. ബിക്കോസ് നമുക്ക് വഴി അറിയില്ല. ഇവിടുന്ന് ഇനിയും 20 കിലോമീറ്റർ യാത്ര ഉണ്ട് എന്ന് പറഞ്ഞപ്പോക്കിനും എന്റെ കിളി വീണ്ടും പാറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എന്റെ ഉപ്പ പഠിച്ചതും എന്റെ വല്യപ്പാന്റെ നാടൊക്കെ പെരിന്തൽമണ്ണയാണ്. ഞങ്ങൾ ഇവിടൊക്കെ ആയിട്ട് വരേണ്ടവരായിരുന്നു. പിന്നെ വല്യപ്പാന്റെ ഫാമിലി ഓരോരുത്തരായിട്ട് കച്ചവടം ചെയ്യാനും ജീവിക്കാനൊക്കെ ആയിട്ട് തമിഴ്നാട് വയനാട് ബോർഡറിൽ വന്നതും അങ്ങനെ ഇവിടെ സെറ്റിൽ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ആയി. അങ്ങനെ വീടെത്തിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് സുഖമായിട്ട് കുളിച്ചിട്ട് കിടന്നു. പിന്നെ പാലക്കാട് ചൂടിന്റെ പഠിച്ചവനെ സഹിക്കാൻ പറ്റൂലട്ടോ. പക്ഷെ നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞതേ ഇല്ല, നല്ലോണം ഉറങ്ങിപ്പോയിനു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴാണ് പെണ്ണും കൂട്ടരൊക്കെ വിരുന്നിന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് മാറ്റി റെഡിയായി സെറ്റ് ആവണം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞുതരാം. എന്റെ ഉപ്പാന്റെ കോളേജ് കാലം തൊട്ടുള്ള ഫ്രണ്ട്സ് ഒരു 3 പേരുണ്ട്. പഠിക്കാനാണെങ്കിലും കുരുത്തക്കേട് കാണിക്കാനാണെങ്കിലും തരികിട കളിക്കാനാണെങ്കിലും അവർ 3 പേരും ഒരുമിച്ചായിരുന്നു. അതിലൊരാളുടെ മോളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ഞങ്ങൾക്കാണെങ്കിൽ അജുവിന് എക്സാം ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. ഉപ്പ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷമവും കുറവും ഞങ്ങൾക്ക് മാറ്റാനും അവർക്ക് മാറ്റി കൊടുക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 12 മണിയായപ്പോക്കിനും അവരെത്തി. എല്ലാരെയും കണ്ടു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല ബിരിയാണിയും മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. പക്ഷേ പാലക്കാട് ചൂട് മാത്രമേ താങ്ങാൻ പറ്റാത്തുള്ളൂ. കുഞ്ഞിലെ എന്റെ കൂടെ കുറച്ചൊക്കെ കളിച്ച് നടന്ന ആളായിരുന്നു ആതിഫ. പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ റാഹത്തായിട്ട് നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞ് തിരിച്ച് നാട്ടിലോട്ടേക്ക് പോകുന്നു. ഒരു ദിവസമൊക്കെ നിൽക്കായിരുന്നു. പക്ഷെ നാളെ വോട്ടാണ്, അതുകൊണ്ട് എന്തായാലും നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് കൂടെ ഉപ്പയും പോന്നു. നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. താമരശ്ശേരി ചുരം വഴി പോയാലും നാടുകാണി ചുരം വഴി പോയാലും ഞങ്ങളുടെ വീട്ടിലോട്ട് ഏകദേശം സെയിം ദൂരം തന്നെയാണ്. വയനാട് നീലഗിരി ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതലുള്ള കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേയിലയാണ്. ഇവിടുന്ന് നോക്കിയാലാണെങ്കിലും ഒരുപാട് മലകളൊക്കെ കാണാം. സൺറൈസും സൺസെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി താമസിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ എല്ലാവർക്കും കുറവാണ്. കുഞ്ഞു വീട്, കുഞ്ഞു ഫാമിലി, കുറെ കൃഷി, അതാണ് ഇവിടുത്തെ ഒരു പോളിസി. ഒരു പക്ക വില്ലേജ് ഏരിയ ആണ് ഞങ്ങളത്. പ്രകൃതിയോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇത് പന്തല്ലൂരാണ് കേട്ടോ. നമ്മുടെ വ്ളോഗിലോ അല്ലെങ്കിൽ ലൈവിലൊക്കെ കുറെ പന്തല്ലൂരുകാരുണ്ട് എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പൊ പന്തല്ലൂരുകാർ ആരെങ്കിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലമൊക്കെ അറിയുമെന്ന് പറയണം. പിന്നെ ഇത് നമ്മുടെ പന്തല്ലൂര് കഴിഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ചായ ഫാക്ടറി, അതായത് ഈ തേയിലപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇല്ലേ, അത് തന്നെ. ഇതിന്റെ മുന്നിൽ കൂടെ പോകുമ്പോണ്ടല്ലോ എന്റെ പൊന്നോ ചായപ്പൊടിന്റെ ഒരു മണം കിട്ട് വരാനുണ്ട്. എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ചായപ്പൊടിന്റെ മണം. ഞാൻ വെറുതെ കുപ്പി തുറന്ന് മണക്കുമായിരുന്നു. എനിക്കിതിന്റെ മുന്നിൽ കൂടെ പോകാൻ പറഞ്ഞാൽ ഒരു പ്രത്യേക തരം സാറ്റിസ്ഫാക്ഷനാണ്. വൃത്തിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഭയങ്കര വൃത്തിയാണ് ഇവിടെയുള്ള ആളുകൾക്കും ഇവിടെയുള്ള പരിസരത്തിനും ഇവിടെയുള്ള വീടുകൾക്കും ഒക്കെ. കണ്ടില്ലേ, ഇതുപോലത്തെ കുറെ കുഞ്ഞു വീടും പാടികളൊക്കെയാണ് ഇവിടെ അധികം ഉള്ളത്. പിന്നെ ഈ ചുരത്തിന്റെയും ഏരിയയുടെ ഒക്കെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാടും കരിമ്പും തോട്ടമൊക്കെ ആയതുകൊണ്ട് ആനകളൊക്കെ മനുഷ്യന്മാരെ പോലെ റോട്ടിൽ കൂടെ നാട്ടിൽ കൂടെ ഒക്കെ നടക്കും. ചിലവരൊക്കെ ചോദിക്കും, നിങ്ങൾ ആനയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ബായിന്നത്? എന്ത് ചോദ്യമാണ്. ആനയും പോത്തും ആടും മനുഷ്യരും ഒക്കെ ഒരു റോട്ടിൽ കൂടെ നടക്കാറ്. അതുകൊണ്ട് ഈ ചുരത്തിൽ കൂടെ രാത്രി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പേടിയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞു വീടുകൾ, ഇതൊക്കെ നോക്കിയേ എന്ത് കുഞ്ഞു വീടാണെന്ന്. സംഭവം എനിക്ക് പണ്ട് മുതലേ കൗതുകമാണ് ഇത്രയും ചെറിയ വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഇവർക്ക് ഇത് സ്വർഗ്ഗമാണ്. ഇപ്പോഴാണ് വീടിന് ഇത്രയെങ്കിലും വലിപ്പം വന്നത്. പണ്ട് ഇതിനും ചെറുതായിരുന്നു. പക്ഷേ രസമാണ്. ഒറ്റ വ്ളോഗിൽ തന്നെ നാടിനെ പരിചയപ്പെടുത്തലും കല്യാണത്തിന് പോണ വിശേഷവും വിരുന്നു പോയ വിശേഷം ഒക്കെ ആയല്ലോ. അതുകൊണ്ട് ഇപ്പോ ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതിലേ. അപ്പൊ ഇത്രയുള്ളൂ. ബൈ.